ഉത്തരാടല്ലേ, ഇന്ന് കുറച്ച് നേരത്തെ പോണം. മാഷേ, ഞാൻ ഇന്ന് തന്നെ അവനെ 3-4 തവണ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല മാഷേ. നീ എന്തിനാ അവനെ ഇങ്ങനെ വിളിക്കുന്നേ? അവൻ വലിയ തിരക്കുള്ള ആളാ, പോരാത്തതിന് മലയാളികളുടെ പ്രസിഡന്റും. അപ്പൊ അവനെ വിളിക്കുന്ന നീയാണ് തെറ്റുകാരി. എന്നാലും മാഷേ, ഞാൻ അവന്റെ അമ്മയല്ലേ, അവന് ശബ്ദം കേൾക്കാൻ എനിക്ക് കൊതിയാവുന്നു. നമ്മള് വേണ്ടാത്തവരെ നമുക്കും വേണ്ട. ഇന്നത്തെ കാലത്ത് അതേ പറ്റും. ടീച്ചറേ, ഓ ആ രവിയോ, എന്താ മോനെ? കുറച്ച് വെള്ളം തരും കുടിക്കാൻ. ഓ ഇപ്പൊ തരാൻ. രാജേഷ് വിളിക്കാറുണ്ടോ ടീച്ചറെ? ആ വിളിക്കാറൊക്കെയുണ്ട്. ആ ദിവസം 2 നേരം. കൃത്യസമയത്തൊന്നും വിളിക്കാറില്ല, അവൻ എപ്പോഴും തിരക്കില്ല. ആ അവനോട് വലിയ പ്രസിഡന്റാ. വെള്ളം മതിയോ മോനെ? മതി ടീച്ചറെ. രാജേഷിന്റെ നമ്പർ തരുമോ? ഓ തരാലോ. ഇതാ മോനെ. ആ രവി, എന്താ ടീച്ചറെ? പണി നിർത്തിക്കോളൂ, നാളെ ഉത്രാടമല്ലേ, ഇനി തിരുവോണം കഴിഞ്ഞ് വന്നാൽ മതി. രവിയേട്ടൻ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? ഞാൻ മാധവ ടീച്ചറെയും അന്തമാഷിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. അവർക്ക് എന്തു പറ്റി? അവർ മകനെ പഠിപ്പിച്ച് വിദേശ ജോലിയുമാക്കി, പക്ഷേ സ്വന്തം അച്ഛനും അമ്മേനെയും ഒന്ന് വിളിക്കുക പോലും ചെയ്യുന്നില്ല. അതിലവർക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ അത് അവരാരോടും പറയില്ല. ഇന്ന് അവരുടെ സങ്കടം പറിച്ച് ഞാൻ ഇന്ന് കേട്ടു. അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പ്രാവശ്യം ഓണത്തിന് 2 പേരെ ഇങ്ങോട്ടേക്ക് വിളിച്ചാലോ? എനിക്ക് 100 വട്ടം സമ്മതം. മക്കളെ, അച്ഛൻ പറഞ്ഞത് കേട്ടോ? നമുക്ക് ടീച്ചറെ മാഷയും ഇങ്ങോട്ടേക്ക് വിളിച്ചാലോ? നമ്മൾ വിളിച്ചാൽ അവർ വരുമോ? എന്നാ പിന്നെ നിങ്ങൾ കൂട്ടുകാരെ ഇങ്ങോട്ടേക്ക് വിളിച്ചോളൂ. മാഷേ ഹായ്. അല്ല, ഇതാരൊക്കെയാ വന്നിരിക്കുന്നത്? എന്തൊക്കെയാ മക്കളെ വിശേഷം? ടീച്ചറെ. ഓ എന്താ മാഷേ? ആ ഇതാ നമ്മുടെ രവീന്റെ മക്കള് വന്നിരിക്കുന്നത്. ആഹാ, ഇത് 2 പേർക്കുള്ള ഓണക്കോടിയാ, അച്ഛൻ തന്നതാ. ആഹാ, ഇതൊക്കെ വേണമായിരുന്നു മക്കളെ. അത് കുഴപ്പമില്ല ടീച്ചറെ, ഇപ്രാവശ്യം ഓണം ഞങ്ങള് കൂടെയാ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ഞങ്ങളിങ്ങനെ ക്ഷണിക്കാൻ വന്നയാ. അങ്ങനെയൊക്കെ വേണോ മക്കളെ? പ്ലീസ് മാഷേ, ഒന്ന് വരുവോ? വാ നമുക്ക് പോവാ മാഷേ, നമ്മളെല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് വരുവോ? കുട്ടികൾ വിളിക്കുന്നതല്ലേ മാഷേ, നമുക്ക് പോകാം. എന്നാ ശരി, ഞങ്ങൾ വരാം. ഒന്ന് വേഗം വാ മാഷേ, നമ്മുടെ കൂട്ടുകാരെല്ലാം അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. സുന്ദരിയായിട്ടുണ്ടല്ലോ. ഓണം വന്നേ
വരവായി ഉമ്മാട്ടിക്കളിയുടെ നിറവിൽ ഓണമായി. മണ്ണിൽ പൂക്കളങ്ങൾ വിരിഞ്ഞു, വിണ്ണിൽ മാരിവില്ലു തെളിഞ്ഞു. മണ്ണിൽ പൂക്കളങ്ങൾ വിരിഞ്ഞു, വിണ്ണിൽ മാരിവില്ലു തെളിഞ്ഞു. ആടിടാം പാടിടാം ഓണമായി, തിരുവോണമായി. ഓണം വന്നേ ഓണം വന്നേ ഓണം വന്നേ പൊന്നോണം വന്നേ. വയലോരവരമ്പിലെ തുമ്പപ്പൂ നുള്ളാലോ, പുഴയോരത്തീരത്തെ കാക്കപ്പൂ തേടാലോ. അത്തം നാളെത്തുമ്പോൾ പല പൂക്കൾ വിരിയുന്നു, പത്താം നാളെത്തുമ്പോൾ തിരുവോണമായി. മുന്നിൽ വന്നണഞ്ഞ വസന്തം, സ്നേഹം പൂത്തുലഞ്ഞൊരു നിമിഷം. മുന്നിൽ വന്നണഞ്ഞ വസന്തം, സ്നേഹം പൂത്തുലഞ്ഞൊരു നിമിഷം. മോദമായി ചേർന്നിടാം ഓണമായി, തിരുവോണമായി. ഓണം വന്നേ ഓണം വന്നേ ഓണം വന്നേ പൊന്നോണം വന്നേ. ഓണം വന്നേ ഓണം വന്നേ ഓണം വന്നേ പൊന്നോണം വന്നേ. മനതാരിൽ മധുരവുമായി ചുങ്ങം വന്നേ, മലയാളക്കരയാകെ ഓണം വന്നേ. മാവേലി തമ്പ്രാന്റെ വരവായല്ലോ. മാളൂരെ ഒന്ന് ചേർന്ന് വരവേൽക്കാലോ. പൊന്നൂഞ്ഞാലാടിടാം, പൂക്കളം തീർന്നിടാം, പൊന്നോണക്കോടിയെടുത്ത് കൂട്ടരെ വാ. പൊന്നൂഞ്ഞാലാടിടാം, പൂക്കളം തീർന്നിടാം, പൊന്നോണക്കോടിയെടുത്ത് കൂട്ടരെ വാ. ഓണം വന്നേ ഓണം വന്നേ ഓണം വന്നേ പൊന്നോണം വന്നേ. ഓണം വന്നേ ഓണം വന്നേ ഓണം വന്നേ പൊന്നോണം വന്നേ. കുറെ കാലത്തിന് ശേഷം എനിക്ക് കുറച്ചു കാലം കൂടി ജീവിക്കാൻ തോന്നുന്നു. എനിക്ക് കുറെ നല്ല മക്കളെ കിട്ടി മാഷെ. എന്നാ പോട്ടെ മക്കളെ. ഞങ്ങള് കൊണ്ടുപോയില്ല ടീച്ചറെ. എന്നാ വാ. വാ. ഒന്ന് ഫോൺ നോട്ടെ. എടാ ബാല്യകാല സുഹൃത്തെ, ഇത് ഞാനാ രവി. നീ ഈ വീടൊന്ന് കണ്ടു നോക്ക്. നിന്നെ വളർത്തി വലുതാക്കിയ നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും ആ സന്തോഷം നീ കണ്ടോ? എടാ, അവർ അത്രയ്ക്കേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ നീ അത് കൊടുത്തില്ല. പണത്തിനും പദവിക്കും വേണ്ടി നടന്നു. പക്ഷേ ഇത് രണ്ടും എനിക്കില്ല. എനിക്ക് സ്നേഹിക്കാനുള്ള മനസ്സ് മാത്രമേ ഉള്ളൂ. എന്തായാലും എൻ്റെ മനസ്സിനറിഞ്ഞതാ. ഇനിയിപ്പോൾ നാട്ടിൽ വരുമ്പോൾ നമുക്ക് നേരത്തെ കാണാം. അമ്മയുടെ സഹനവും അച്ഛൻ്റെ ത്യാഗവുമാണ് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞു ജീവന്റെയും സത്ത്. മക്കളിൽ നിന്നും ആഗ്രഹിക്കുന്നത് സ്നേഹവും കരുതലും കൈത്താങ്ങും മാത്രമാണ്. കൂടേണ്ടവർ കൂടുമ്പോഴേ ഇമ്പമുണ്ടാകൂ. ഇത് ഒരു സ്നേഹപ്പൂക്കാലം.